അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യിൻ ബഅദ. തഖുല്ലാഹ ഇബാദല്ലാഹ് റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിൻ്റെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നാളേക്ക് വേണ്ടി ഒരുങ്ങുക എന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രമുഖനായ ഒരു സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വളരെ ദാരിദ്ര്യത്തോടുകൂടി ജീവിച്ചിട്ടുള്ള ഒരു സ്വഹാബിയാണ് അബൂ ഹുറൈറ. സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സീറ അഅ്ലാമിൻ നുബല എന്ന് പറയുന്ന കൃതിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5374 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ മകൾ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള മറ്റു പെൺകുട്ടികൾക്ക് അവരുടെ കയ്യിൽ ആഭരണങ്ങളുണ്ട്, ഉപ്പ എന്തുകൊണ്ടാണ് എനിക്ക് ആഭരണങ്ങൾ വാങ്ങിത്തരാത്തത് എന്ന്. അതിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, മകളെ, നിനക്ക് ഒരു സ്വർഗത്തിലൊരു ഭവനം, അതാണ് ഈ ഉപ്പ കാണുന്ന സ്വപ്നം. അതിന് വേണ്ടതൊക്കെ ഈ ഉപ്പ നിന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്ന്. പലപ്പോഴും ളുഹർ നമസ്കാരത്തിന് ശേഷം മസ്ജിദുൻ നബവിയിൽ ബോധരഹിതനായി അബൂ ഹുറൈറയെ കാണാറുണ്ടായിരുന്നു എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി തന്നെ പറയുന്നുണ്ട്, നശഅതു യതീമൻ, ഞാനൊരു യതീമായി വളർന്ന ആളാണ്. വഹാജർതു മിസ്കീന, ഞാൻ മിസ്കീനായിട്ടാണ് ഹിജറ പോയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദാരിദ്ര്യത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, പ്രയാസങ്ങളുടെ നടുവിലായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മറ്റു അനുചരന്മാരായ അൻസാറുകൾ അവർ ഭൂപ്രദേശങ്ങളിൽ ജോലിയിൽ വ്യാപൃതരാകുമ്പോൾ മുഹാജിറുകൾ അങ്ങാടികളിൽ കച്ചവടം നടത്തുമ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകനോടൊപ്പം പ്രവാചകൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാനുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഒരുപാട് തിരുവചനങ്ങൾ, ഹദീസുകൾ കാണാതെ പഠിക്കുകയും അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 159, 160 വചനങ്ങളാണ് എന്നെ അതിനെ പ്രേരിപ്പിക്കുന്നത്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഉ ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനഉമുല്ലാഹ് വയൽഅനഉമുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. വേദത്തിൽ നിന്ന്, അള്ളാഹു അവതരിപ്പിച്ചതിൽ നിന്ന് ആര് മറച്ചു വെക്കുന്നുവോ ആളുകളിലേക്ക് ഈ ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുക്കാതെ അതിനെ മറച്ചു വെക്കുന്നവർ ആരാണോ അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ശപിക്കുന്നവരൊക്കെ അവരെ ശപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അബൂ ഹുറൈറ ദാരിദ്ര്യത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, പ്രയാസങ്ങൾക്ക് നടുവിലും അബൂ ഹുറൈറ ഒരുപാട് തിരുവചനങ്ങൾ പഠിച്ച് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് എന്ന് അബൂ ഹുറൈറ പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ വീടിനെ പറ്റി ചരിത്രം പറയുന്നത്, രാത്രിയിൽ വിളക്കണക്കപ്പെടാത്ത വീടാണ് അബൂ ഹുറൈറയുടെ വീട് എന്ന്.
എന്താണ്? രാത്രിയിൽ അബൂ ഹുറൈറ ദീർഘമായി നമസ്കരിക്കും, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മ നമസ്കരിക്കും, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ നമസ്കരിക്കും, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൾ നമസ്കരിക്കും. ഇങ്ങനെ ദീർഘമായി നമസ്കരിച്ചിരുന്ന, ആരാധനകൾ നിർവഹിച്ചിരുന്ന, ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ പരിമിതമായി ജീവിച്ചിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് തിരുവചനങ്ങൾ ഇമാം ദഅബി പറഞ്ഞതുപോലെ 5374ഓളം ഹദീസുകൾ ഇസ്ലാമിക ലോകത്തിന് സംഭാവന ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കാണ്. മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുകയാണ്. അബൂ ഹുറൈറ കരയുകയാണ്, അബൂ ഹുറൈറ സങ്കടപ്പെടുകയാണ്. അബൂ ഹുറൈറ കരയുന്നത് കണ്ട് മറ്റു സ്വഹാബികൾ ചോദിച്ചു, അബൂ ഹുറൈറ താങ്കൾ എന്തിനാണ് കരയുന്നത്? ഞങ്ങളെക്കാൾ ദീനിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള, ഞങ്ങളെക്കാൾ ഹദീസ് പഠിച്ചിട്ടുള്ള, ഞങ്ങൾക്ക് ദീനിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്ന, എല്ലാവിധ കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിച്ച അബൂ ഹുറൈറ താങ്കൾ എന്തിനാണ് കരയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ മറുപടിയാണ് നമ്മുടെ വിഷയം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? ഇന്നി ലാ അബ്കി അലാ ദുനിയാകുമാദി, ഈ ദുനിയാവിന് വേണ്ടിയല്ല ഞാൻ കരയുന്നത്. ഇന്നി ലാ അബ്കി, ഞാൻ കരയുന്നില്ല, ഞാൻ കരയുന്നത് അലാ ദുനിയാകുമാദി, ഈ ദുനിയാവിൻ്റെ പളപളപ്പ് നഷ്ടപ്പെടുമെന്നതുകൊണ്ടല്ല, ഈ ദുനിയാവിൻ്റെ സൗകര്യങ്ങളിതാ എനിക്ക് മുറിഞ്ഞു പോവുകയാണ് എന്നതുകൊണ്ടല്ല അബൂ ഹുറൈറ കരയുന്നത്. മറിച്ച് വലാകിന്നി അബ്കി, ഈ അബൂ ഹുറൈറയെ കരയിപ്പിക്കുന്നത് ലിബുഅദി സഫരി, ദീർഘമായൊരു യാത്രയുണ്ട്. ഈ മരണത്തോടുകൂടി അബൂ ഹുറൈറയ്ക്ക് ആരംഭിക്കുന്ന ദീർഘമായൊരു യാത്രയുണ്ട്. ആരാരും കൂട്ടിനില്ലാത്ത, ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലും ഇല്ലാത്ത ഖബറിൽ കിടക്കേണ്ടി വരുന്നുണ്ട്. എത്ര നാളാണ്? ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ടി വരുന്ന ഖബറെന്നൊരു ലോകം. അതിനുശേഷം വിചാരണയുണ്ട്, മഹ്ശറയുണ്ട്, പരലോകമുണ്ട്, ദീർഘമായ ഒരു യാത്രയുണ്ട് ഈ അബൂ ഹുറൈറയ്ക്ക്. പക്ഷേ വഖില്ലത്തിസാദി, ആ ദീർഘമായ യാത്രയിലേക്ക് കൊണ്ടുപോകാനുള്ള പാതയം അബൂ ഹുറൈറയുടെ കയ്യിൽ കുറവാണ്. ഈ അബൂ ഹുറൈറയുടെ കയ്യിൽ പാതയം കുറവാണ്. പരലോകത്തേക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള അമലുകളും ആരാധനകളും ഇബാദാത്തുകളും കർമ്മങ്ങളും കുറവാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തെ നമ്മൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നോക്കിക്കാണേണ്ടത്? ദുനിയാവിൻ്റെ സൗകര്യങ്ങളിൽ, എല്ലാവിധ സൗകര്യങ്ങളിലും ജീവിക്കുന്ന നമ്മൾ, അബൂ ഹുറൈറ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രയാസങ്ങൾക്ക് നടുവിലും ജീവിച്ചിട്ട് അബൂ ഹുറൈറ പറയാ, എനിക്ക് പരലോകത്തേക്ക് ദീർഘമായി നമസ്കരിച്ച, ഏതൊരു നന്മയും ഏതൊരു ഹൈറായ കാര്യവും ജീവിതത്തിൽ ചെയ്തിരുന്ന അബൂ ഹുറൈറ പറയാ, എനിക്ക് പരലോകത്തേക്കുള്ള യാത്ര, നാളേക്ക് വേണ്ടിയുള്ള എൻ്റെ പാതയം അത് കുറവാണ് എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നാളേക്ക് വേണ്ടി എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നാളേക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങൾ എന്താ? അതാണ് വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം സൂറ അൽ ഹശറിലെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം, വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഉദീൻ, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? പരലോകത്തേക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി നീ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങൾ എത്രയുണ്ട്, ആരാധനകൾ എത്രയുണ്ട്, എത്ര പ്രവർത്തനങ്ങൾ, എത്ര കാര്യങ്ങളാണ് പരലോകത്തേക്ക് വേണ്ടി നീ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഈ ആയത്തിനെ ശർഹ് ചെയ്തുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു, നിങ്ങളൊന്ന് വിചാരണ ചെയ്തു നോക്കണം, ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇതാ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് അവനവൻ്റെ കയ്യിലുള്ള മൊബൈലിലെടുത്ത് നിന്റെ ബാലൻസ് എത്രയെന്ന് ചോദിച്ചാൽ എൻ്റെ സേവിങ് അക്കൗണ്ടിലെ ബാലൻസ് ഇത്രയെന്ന് പറയാൻ പറ്റും, എൻ്റെ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് ഇത്രയെന്ന് പറയാൻ പറ്റും. പരലോകത്തേക്കുള്ള അക്കൗണ്ടിൽ എത്രയുണ്ട്? നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചത് എന്താ? ഹാസിബു, നിങ്ങൾ പരിശോധിച്ച് നോക്കണം, വിചാരണ ചെയ്ത് നോക്കണം. അൻഫുസക്കും, നിങ്ങളെ തന്നെ. ഖബല അൻ തുആസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പേ. വൻളുറു, ഒന്ന് നോക്കിക്കൊള്ളണം, ഒന്ന് പരിശോധിച്ചു കൊള്ളണം. മാദാ ഇദ്ദഖർതും, എന്താ ശേഖരിച്ച് വെച്ചിട്ടുള്ളത്? ഉറുമ്പ് മഴക്കാലം വരുന്നതിന് മുമ്പേ അതിനാവശ്യമായ ഭക്ഷണങ്ങളെ, പദാർത്ഥങ്ങളെ ഓരോന്നോരോന്നായി ശേഖരിച്ചു വെക്കാറുണ്ട് ഉറുമ്പ്. അതുപോലെ മാദാ ഇദ്ദഖർതും, എന്താ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്?
എവിടേക്ക് വേണ്ടിയാണ് അല്ലേ? പരലോകത്തേക്ക് വേണ്ടി ശേഖരിച്ചു വെച്ച മിനൽ അഅമാലി സ്വാലിഹ, സൽപ്രവർത്തനങ്ങളിൽ എന്തുണ്ട്? ലിയോമി മആദിക്കും, അള്ളാഹുവിലേക്കുള്ള മടക്കയാത്രയിൽ ഒരിക്കലും റിട്ടേൺ ഇല്ലാത്ത, ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യമല്ലാത്ത ഒരു ഒടുവിലത്തെ യാത്രയുണ്ട്. ആ യാത്രയിലേക്കുള്ള പാതയും എന്താണ്? അള്ളാഹുവിൻ്റെ മുന്നിൽ എന്നെയും നിങ്ങളെയും പ്രദർശിപ്പിക്കപ്പെടുന്ന നമ്മുടെ കർമ്മങ്ങളും നമ്മളും മാത്രം ബാക്കിയാകുന്ന ഒരു ലോകത്തേക്ക് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാനാണ് ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. എന്താണ് ആ ഹദീസിൽ പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി വദിർഅമിഹി, തൻ്റെ ദീനാറിൽ നിന്ന്, തൻ്റെ ദിർഅമിൽ നിന്ന്, മിൻ സൗബിഹി, തൻ്റെ വസ്ത്രത്തിൽ നിന്ന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദാനമായി കൊടുക്കുന്നു മനുഷ്യൻ. അതെല്ലാം ദാനമായി കൊടുക്കുന്നു. ഗോതമ്പ് കൊടുക്കുന്നു, കാരക്ക കൊടുക്കുന്നു. അവസാനം റസൂലുള്ളാഹി പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞതെന്താ? ഹത്താ ഖാല വലോ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ കഷ്ണം ഉണ്ടല്ലോ, ഒരു കാരക്കയുടെ കഷ്ണം, ആ കഷ്ണമെങ്കിലും ദാനം ചെയ്യുന്ന ഒരു കാരക്കയുടെ കഷ്ണത്തിൻ്റെ നന്മയുണ്ടല്ലോ, ആ നന്മ പോലും നഷ്ടപ്പെടുത്താതെ, ആ നന്മ പോലും ബാക്കിയാക്കാതെ, അത്രമാത്രം നിസ്സാരമായി കാണുന്ന ഒരു നന്മയുണ്ടല്ലോ, ആ നന്മ പോലും നിങ്ങൾ ചെയ്തു വെച്ചോളണം. അതുപോലും നഷ്ടപ്പെടുത്തരുത്. അതുപോലും ചെയ്തുകൊണ്ട് പരലോകത്തേക്ക്, നാളേക്ക് വേണ്ടിയുള്ള അമലുകളെ ഒരുക്കിക്കൊള്ളാൻ വേണ്ടി അല്ലേ ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമുക്കൊരുപാട് കർമ്മങ്ങളെപ്പറ്റി പറയാനുണ്ട്. നിർബന്ധപൂർവമായ ആരാധനകളെപ്പറ്റി, നോമ്പിനെപ്പറ്റി, സകാത്തിനെപ്പറ്റി, നാം ചെയ്യുന്ന അല്ലെ നിർബന്ധമായ കർമ്മങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് പറയാനുണ്ട്. ഖുർആൻ നാളേക്ക് വേണ്ടി ചെയ്തു വെക്കാൻ പറയുന്നിടത്ത് എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 110-ാമത്തെ വചനം, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, അതിനു പുറമെ വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂ ഇൻദല്ലാഹ് വമാ തുഖദ്ദിമൂ ലി അൻഫുസികും, നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? എന്ത് പ്രവർത്തനങ്ങളാണുള്ളത്? ആ പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള എന്ത് പ്രവർത്തനങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും അക്കൗണ്ടിലുള്ളത് എന്ന് ആലോചിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ചില ചരിത്രം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ, അള്ളാഹുവും റസൂലും മാത്രമാണ് ഇനി എൻ്റെ അരികിലുള്ളത്, ബാക്കിയെല്ലാം പ്രവാചകരെ ഞാനിതാ നൽകിയിരിക്കുന്നു. തബൂക്ക് യുദ്ധവേളയിൽ തൻ്റെ അരികിലുള്ള സർവ്വസമ്പാദ്യങ്ങളും പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്ന അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ഒരു യാചകൻ കടന്നു വരുന്നുണ്ട്. ആ യാചകൻ കടന്നു വന്നിട്ട് ഉമർ അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലയോ ഉമറെ, എനിക്ക് എന്തെങ്കിലും സഹായിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യും? ആ യാചകൻ പറഞ്ഞ മറുപടി എന്താ? ഉമറെ, നീ നൽകിയിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. മറിച്ച് നാളെ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്, പരലോകം എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് നീ എന്ത് മറുപടി പറയും ഉമറെ? നീ എന്ത് മറുപടിയാ പറയാ ഉമറെ എന്ന് കേൾക്കേണ്ട താമസം താൻ ധരിച്ച വസ്ത്രം ഊരിക്കൊടുക്കാൻ തയ്യാറായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തെ നമ്മൾ എങ്ങനെയാ നോക്കിക്കാണേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ഭൃത്യനായ തൻ്റെ സേവകൻ പാചകം ചെയ്തെടുത്ത ഒരു ആടിനെ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ആ ആടിൻ്റെ കാൽ കഷ്ണമാണ് ഉമർ അല്ലാഹുവിന് കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇത് കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ മാംസ കഷ്ണത്തിൻ്റെ മുന്നിൽ കരയുകയാണ്. എന്നിട്ട് ആ സേവകനോട് ചോദിച്ചു, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അത് ഈ പരലോകത്തേക്ക് മാറ്റിവെക്കാതെ ഇവിടെ വെച്ച് തീർക്കുകയാണോ, ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞ് അത് ആ ഭൃത്യന് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം ആലോചിച്ച് നോക്ക് നിങ്ങൾ. ജുലൈബീബ് റളിയല്ലാഹു അൻഹു, ആരാണ് ജുലൈബ് റളിയല്ലാഹു അൻഹു? ആ ജുലൈബ് റളിയല്ലാഹു അൻഹു വിരൂപിയായിരുന്നു, സൗന്ദര്യമില്ലാത്ത ആളായിരുന്നു. വിവാഹം നടന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ അനുവാദത്തോടുകൂടി, പ്രവാചകന്റെ സമ്മതത്തോടുകൂടി ജുലൈബ് റളിയല്ലാഹുവിൻ്റെ വിവാഹം നടന്നു. ആ വിവാഹം നടന്നു മധുവിധിൻ്റെ ദിവസങ്ങൾ പോലും പൂർത്തിയായിട്ടില്ല. വിവാഹം നടന്ന് 1-2 ദിവസം പിന്നിട്ടിട്ടുള്ളൂ. അതാ നാദാ മുനാദി, യുദ്ധവേളയിൽ നിന്നൊരാൾ വിളിച്ചു പറയുക,
പറയുകയാണ്, യുദ്ധത്തിലേക്ക് വിളിക്കുകയാണ്. ആ വിളിയാളം കേട്ട് തൻ്റെ ഭാര്യയെ മാറ്റി നിർത്തി ആ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയ ജുലൈബ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. ജുലൈബ് റളിയല്ലാഹുവിൻ്റെ മൃതദേഹത്തെ, ശരീരത്തെ പ്രവാചകൻ മാറോട് ചേർത്തിട്ട് ആ നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന ഒരു നെറ്റിത്തടമാണ് ഇത് എന്ന്. തൻ്റെ ജീവിതത്തിലെ വിവാഹ ദിനത്തിൽ പോലും ഇസ്ലാമിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി ഷഹീദായിട്ടുള്ള ജുലൈബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തെ നമ്മളെങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത്രേ, മുസ്ലിങ്ങളുടെ അരികിൽ മുസ്ലിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, മുസ്ലിങ്ങൾക്ക് വെള്ളമില്ല. ജൂതന്മാരുടെ കൈവശം വലിയൊരു കിണറുണ്ട്, ബിഅർ റൂമയുണ്ട്. ആ കിണർ ആര് വാങ്ങിക്കൊടുക്കുന്നുവോ മുസ്ലിങ്ങൾക്ക് വേണ്ടി, ആ കിണർ ആരാണോ വാങ്ങുന്നത് അവർക്ക് സ്വർഗലോകത്ത് ഞാനിതാ ഒരു അരുവി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇത് കേൾക്കേണ്ട താമസം. വലിയ സമ്പത്ത് ചിലവഴിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് കൊടുത്ത ചരിത്രത്തെ, ആ ചരിത്രത്തോട് നാളേക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആൽ ഇംറാനിലെ 92-ാമത്തെ വചനമിറങ്ങി. ആ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും പുണ്യം നേടുകയില്ല, പുണ്യം നേടാൻ സാധിക്കുകയില്ല. ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധിക്കില്ല എന്ന ഖുർആനിക വചനമിറങ്ങിയപ്പോൾ അബൂ തുൽഅത്തുൽ അൻസാരി എന്ന് പറയുന്ന ധനാഢ്യൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബൈറുവാ തോട്ടം ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്ത ചരിത്രത്തെ ഞാനും നിങ്ങളും വായിക്കുമ്പോൾ നാളേക്ക് വേണ്ടി നമ്മൾ എന്താണ് പ്രിയമുള്ളവരെ ചെയ്തു വെച്ചിട്ടുള്ളത്? അതേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സുഹൈബ് റൂമി, റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റോമയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വന്നു. മക്കയിൽ കടന്നു വന്ന് ദരിദ്രനായി കടന്നു വന്ന് മക്കയിൽ കച്ചവടം നടത്തി വലിയ സമ്പന്നനായി, വലിയ ധനാഢ്യനായി. അങ്ങനെ ധനാഢ്യനായിരിക്കെ ഇസ്ലാം സ്വീകരിച്ചു. എല്ലാവരും ഹിജറ പോവുകയാണ്, മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാതിരാത്രി തൻ്റെ സമ്പാദ്യവുമായി ഹിജറ പോവുകയാണ്. മുശ്രിക്കീങ്ങൾ തടഞ്ഞു. സുഹൈബേ, നീ മക്കയിലേക്ക് ദരിദ്രനായിട്ടാ വന്നത്, സമ്പത്തില്ലാത്തവനായി. നീ ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും ഈ മക്കയിലെ സമ്പാദ്യമാണ്. അതുകൊണ്ട് നിനക്ക് മദീനയിലേക്ക് ഹിജറ പോകണോ? ഒന്നുകിൽ നിന്റെ മുഴുവൻ സമ്പാദ്യവും ഇവിടെ വെച്ച് ഞങ്ങൾക്ക് നൽകിയിട്ട് നിനക്ക് മദീനയിലേക്ക് ഹിജറ പോകാം. അതല്ല, ഹിജറയേക്കാൾ വലുത് നിനക്ക് സമ്പാദ്യമാണ് എങ്കിൽ നിനക്ക് ഈ സമ്പാദ്യമെല്ലാം എടുത്ത് ഈ മക്കയിൽ തന്നെ താമസിക്കാം. ഹിജറ പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു തൻ്റെ അരികിലുള്ള സമ്പാദ്യം എത്രയെന്ന് പരിശോധിക്കാതെ അതെല്ലാം ആ മുശ്രിക്കീങ്ങളുടെ മുന്നിൽ കൈവശം വെച്ച് കൊടുത്തിട്ട് എനിക്കിതിനേക്കാൾ വലുത് ഹിജറ പോകലാണ് എന്ന് പറയുന്ന സുഹൈബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തെ ഞാനും നിങ്ങളും എങ്ങനെയാണ് നെഞ്ചോട് ചേർക്കേണ്ടത്? ഈ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ചില ധനാഢ്യരുണ്ട്, ചില സമ്പന്നരുണ്ട്. അവർ ഞെരുക്കത്തോടുകൂടി മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. എങ്ങനെയാ സ്വർഗത്തിൽ പ്രവേശിക്കുക? ഞെരുക്കത്തോടെ, പ്രയാസത്തോടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന ധനാഢ്യനായ സമ്പന്നനായ സ്വഹാബി ഇത് കേട്ട ഉടനെ അദ്ദേഹം മസ്ജിദുൻ നബവിയുടെ പുറത്തേക്കിറങ്ങിയിട്ട് പറഞ്ഞു, ഇതാ 500 ഒട്ടകങ്ങൾ എൻ്റെ മുതലടക്കം, എൻ്റെ ലാഭമടക്കം മദീനയിലേക്ക് വന്നിട്ടുണ്ട്. അത് മുഴുവനും ഇതാ ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുകയാണ് എന്ന്. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. നാളേക്ക് വേണ്ടി ആരാരും ഉപകരിക്കാനില്ലാത്ത, ആരാരും കൂടെ വന്ന് നിൽക്കാനില്ലാത്ത, അവനവൻ്റെ കർമ്മങ്ങൾ മാത്രം ബാക്കിയാകുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ ചെയ്തു വച്ചിട്ടുള്ളത് എന്തുണ്ട് എന്ന് ആലോചിക്കാൻ പ്രിയമുള്ളവരെ, ഈ സ്വഹാബത്തിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും പാഠമാകേണ്ടതുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖ്ശൗ യൗമൻ ലാ യജ്സി, ഒരു പിതാവ് മകന് ഉപകരിക്കപ്പെടാത്ത, ഒരു മകനും പിതാവിന് ഉപകാരം ചെയ്യാത്ത, ആർക്കും ഉപകാരം ചെയ്യാത്ത, അവനവൻ്റെ കർമ്മങ്ങൾക്ക് മാത്രം, അവനവൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രം തനിക്ക് താങ്ങാകുന്ന, തണലാകുന്ന ഒരു ലോകത്തേക്ക് ഞാനും നിങ്ങളും ചെയ്തു വെച്ച കർമ്മങ്ങളും ആരാധനകളും പ്രവർത്തനങ്ങളും എത്രയുണ്ട് എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 31
51 അധ്യായം സൂറ ലുഖ്മാനിന്റെ 33 വചനമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരലോകത്ത് വരുന്ന ചില ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ സമയമുണ്ടായിരുന്നു, സന്ദർഭമുണ്ടായിരുന്നു, സാഹചര്യമുണ്ടായിരുന്നു, അനുകൂലമായ പലതും ലഭിച്ചിരുന്നു. എന്നിട്ട് പോലും നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി ഒന്നും ചെയ്തു വെക്കാതെ പോയിട്ടുള്ള ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കുക, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഫലസ്തീനിന്റെ മണ്ണിൽ കുടിവെള്ളത്തിന് പോലും ക്യൂ നിൽക്കുന്ന മനുഷ്യരെ ജീവിക്കുന്ന ഒരു നാട്ടിൽ അത്തരത്തിലെ ആളുകളെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ സൗകര്യത്തിന്റെ ആധിക്യത്തിന്റെ സമ്പത്തിന്റെ വിഭവങ്ങളുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാളേക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രയുണ്ട് എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 75 അധ്യായം സൂറ അൽ ഖിയാമ അതിലെ 13 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വ അഖർ. മനുഷ്യനോട് അള്ളാഹു ചോദിക്കപ്പെടുന്ന, മനുഷ്യനെ അറിയിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എന്താണ്? ബിമാ ഖദ്ദമ വ അഖർ. നീ എന്തെല്ലാം ചെയ്തു, ചെയ്യാതെ വെച്ചു? സമയമുണ്ടായിരുന്നു, സന്ദർഭമുണ്ടായിരുന്നു, സാഹചര്യമുണ്ടായിരുന്നു, എന്നിട്ടൊന്നും ചെയ്യാതെ നീ മാറ്റിവെച്ചതിനെപ്പറ്റി പോലും അള്ളാഹുവിനോട് പറയേണ്ടി വരും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ബിമാ ഖദ്ദമ വ അഖർ. അവന് സാഹചര്യമുണ്ടായിരുന്നു, സമയം കിട്ടിയിരുന്നു, ഒന്ന് ഇടപെട്ടാൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ അവൻ ആ കാര്യം പ്രവർത്തിക്കാമായിരുന്നു, പലതും ചെയ്യാമായിരുന്നു, പല കാര്യങ്ങളുടെയും കൂടെ നിൽക്കാമായിരുന്നു, പലയിടത്തും പോകാമായിരുന്നു, ദീനിയായ സംരംഭങ്ങളിൽ ഇടപെടാമായിരുന്നു. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വ അഖർ. ചെയ്യാതെ വെച്ച് നാളത്തേക്ക് ഇനിയും സമയമുണ്ട്, ഇനിയും ചെയ്യാം, ഇനിയും അവസരമുണ്ട്, ഇനിയും പരിപാടിയുണ്ടല്ലോ, അപ്പോൾ കൊടുക്കാം, അപ്പോൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് മാറ്റിവെച്ചതല്ലോ, അതിനെപ്പറ്റിയൊക്കെ നാളെ അള്ളാഹു ചോദ്യം ചെയ്യുന്ന, അള്ളാഹു അറിയിച്ചു തരുന്ന ഒരു ദിവസം വരാനുണ്ട്. ബലിൽ ഇൻസാനു അലാ നഫ്സി ബസീറ. അവന് എതിരെ അവൻ തന്നെ മതി, വേറെ ആരും പറയണ്ട, വേറെ ആരും സംസാരിക്കണ്ട. അവനെതിരെ അവൻ തന്നെ സാക്ഷിയാകുന്ന ഒരു ലോകം വരാനുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാ, വലോ അൽഖാ മആദീറ. എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും ദുനിയാവിലെ 100 ആളുകളോട് 100 ന്യായീകരണം പറയാം. ഞാൻ വരാത്തതിന്, ഞാൻ ചെയ്യാത്തതിന്, എനിക്ക് നിർവഹിക്കാൻ പറ്റാത്തതിന്, എനിക്ക് ഇടപെടാൻ പറ്റാത്തതിന്, ഞാൻ ആ കാര്യത്തിൻ്റെ കൂടെ നിൽക്കാത്തതിന് 100 ആളുകളോട് 100 ന്യായീകരണം പറയാം. എന്നാൽ വലോ അൽഖാ മആദീറ, അള്ളാഹുവിൻ്റെ മുന്നിൽ എന്തുതറ പറയാ? അള്ളാഹുവിൻ്റെ മുന്നിൽ എന്ത് ന്യായീകരണമാ പറയുക? അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താവുന്ന, അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടാവുന്ന ന്യായീകരണങ്ങൾ കൊണ്ടല്ലാതെ ദുനിയാവിൽ നമ്മൾ മാറ്റിവെച്ച, ചെയ്യാതെ വിട്ടുപോയ, നമ്മൾ പ്രവർത്തിക്കാതെ ഉപേക്ഷ വരുത്തിയതിനെപ്പറ്റി നമുക്കെന്ത് മറുപടി പറയാൻ പറ്റും? പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്ക്. ഈ സംസാരം കേൾക്കുന്ന, ഇത് പറയുന്ന ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ആലോചിക്ക്. നമ്മളൊന്ന് ഇടപെട്ടാൽ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിനേക്കാൾ പ്രവർത്തിക്കാമായിരുന്നില്ലേ? ഇതിനേക്കാൾ ചെയ്യാമായിരുന്നില്ലേ? ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കാമായിരുന്നില്ലേ? സത്യമല്ലേ? ഹക്കല്ലേ? നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, നമ്മളൊന്ന് ബോധപൂർവം ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇതാ ഈ പരിശുദ്ധ റമളാനിൻ്റെ ആദ്യ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ദിവസം വരെ, ഈ സമയം വരെ 5 വക്ത് ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്? വിശുദ്ധ ഖുർആനിലെ എത്ര ആയത്ത് ഞാനും നിങ്ങളും പാരായണം ചെയ്തു വെച്ചു? 49-ാമത്തെ പേജിലെത്തിയിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ബഖറ തീരും, സൂറത്തുൽ ബഖറ അവസാനിക്കും. 126-ാമത്തെ പേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരാൾ 126-ാമത്തെ പേജിലെത്തിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറ അൽ ഫാത്തിഹ തീർന്നു, 2-ാം അധ്യായം സൂറ അൽ ബഖറ അവസാനിച്ചു, 3-ാം അധ്യായം സൂറ ആൽ ഇംറാൻ അവസാനിച്ചു, 4-ാം അധ്യായം സൂറ നിസാ അവസാനിച്ചു, 5-ാം അധ്യായം സൂറ അൽ മാഇദ അവസാനിക്കുന്ന പേജ 126. നമ്മളെവിടെ എത്തി? നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി ചെയ്തു വെക്കുന്ന കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ എന്തുണ്ട് പ്രിയമുള്ളവരെ നാളെ കൊണ്ടുപോകാൻ? വലോ അൽഖാ മആദീറ. ആ റബ്ബിൻ്റെ മുന്നിൽ എന്ത് ന്യായീകരണമാ പറയാൻ സാധിക്കുക? എല്ലാവിധ സൗകര്യങ്ങൾക്കിടയിൽ, അല്ലെ, സംവിധാനങ്ങൾക്കിടയിൽ, എല്ലാവിധ സൗകര്യങ്ങൾക്കും സംവിധാനങ്ങൾക്കും ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? അള്ളാഹു ഒന്ന് വിചാരിച്ചാൽ, അള്ളാഹു ഒന്ന് നിശ്ചയിച്ചാൽ ഏതെങ്കിലും ഒരു റൂമിൻ്റെ മൂലക്കലിരിക്കാൻ മനുഷ്യന് വലിയ സമയം വേണ്ട. അവൻ്റെ ആരോഗ്യമുണ്ടെന്ന് പറയും, അവൻ്റെ സമ്പത്തുണ്ടെന്ന് പറയും, അവന് കഴിവുണ്ടെന്ന് പറയും, അവന് യോഗ്യതയുണ്ടെന്ന് പറയും, അവൻ്റെ കൂടെ ആൾബലമുണ്ടെന്ന് പറയും. അള്ളാഹു വിചാരിച്ചാൽ അള്ളാഹുവിൻ്റെ പിടുത്തത്തിനപ്പുറം മനുഷ്യൻ്റെ ഏത് സമ്പത്തിനാണ് അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? അള്ളാഹുവിൻ്റെ പിടുത്തത്തിനപ്പുറം അവൻ്റെ ആരോഗ്യത്തിന് എന്ത് ശക്തിയാണുള്ളത്? അവൻ്റെ ബുദ്ധിക്ക് എന്ത് ശക്തിയാണുള്ളത്?
അതുകൊണ്ട് യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, അവൻ ചെയ്തു വെച്ച ചെയ്യാതെ വിട്ടുപോയ കാര്യങ്ങളെ പറ്റിയൊക്കെ അള്ളാഹു ചോദിക്കും. നിനക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നോ, അവസരം കിട്ടിയിട്ടില്ലായിരുന്നോ, നീ അത് കേട്ടിട്ടില്ലായിരുന്നോ, ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഒന്ന് താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ, ഒന്ന് ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ എത്രയെത്ര പദ്ധതികൾ നിന്റെ കൈയാൽ, നിന്റെ പ്രവർത്തനത്താൽ ഈ നാട്ടിൽ നടക്കുമായിരുന്നു. നീ ന്യായീകരണങ്ങൾ പറഞ്ഞു, ആളുകളെ ബോധ്യപ്പെടുത്തി, അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിലെ 89-ാം അധ്യായം സൂറ അൽ ഫജറിലെ 23-24 വചനം, വജീഅ യൗമഇദിൻ ബിജഹന്നം, ആ നരകം കൊണ്ടുവരുന്ന ദിവസം, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അന്ന് ഓർമ്മ വരും വിട്ടുപോയത്, ഉപേക്ഷ വരുത്തിയത്, ചെയ്യാൻ പറ്റാതെ പോയത്. അനസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിലെ ഒരേ ഒരു സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മരണസമയത്ത് പോലും കരയുന്ന അനസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൻ്റെ മുന്നിൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പോലും തോറ്റുപോയവരാണോ നമ്മൾ? പരാജയപ്പെട്ടു പോയവരാണോ നമ്മൾ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവിടെ ആ നരകം മുമ്പിൽ കൊണ്ടുവരപ്പെടുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, വലതുഭാഗത്തേക്ക് നോക്കും നരകമായിരിക്കും, ഇടതുഭാഗത്തേക്ക് നോക്കും നരകമായിരിക്കും, അവൻ മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ നോക്കും നരകമായിരിക്കും. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഇവിടെ രക്ഷപ്പെടാൻ, അവിടെ രക്ഷപ്പെടാൻ സ്ഥാനമാനങ്ങൾ കൊണ്ട്, അധികാരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അറിവ് കൊണ്ട് ഒന്നും അവിടെ വിലയില്ല. നീ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളല്ലാതെ അതെത്രയുണ്ട്. അതാലോചിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനിപ്പിക്കുകയാണ്. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ, അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തെ ഷോൾഡറിൻ്റെ അവിടെ ഒരു കറുത്ത പാട് കണ്ടു, കറുത്ത അടയാളം കണ്ടു. ആ കറുത്ത അടയാളം കണ്ടപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു, എന്താ ഇത്? അദ്ദേഹം വലിയ പ്രയാസമൊന്നും ഉള്ള ആളായിരുന്നില്ലല്ലോ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളായിരുന്നില്ലല്ലോ, വലിയ കഠിനാധ്വാനം ചെയ്യേണ്ടിയിരുന്ന ആളായിരുന്നില്ല. എന്താ ഈ കറുത്ത പാട്? ആളുകൾ അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത്, മദീനയുടെ ഒരു ഭ്രാന്ത പ്രദേശത്ത് വകാന യഹ്മിലു ജുർബ ദഖീഖ്, പൊടിയുടെ ഗോതമ്പ് പൊടി, അതിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കി അദ്ദേഹം പാതിരാത്രിയിൽ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് അദ്ദേഹം കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞാനും നിങ്ങളും കൊടുക്കുന്ന കിറ്റിനെ പറ്റി പറയാം. ഒരു 10 കിറ്റ് കൊടുത്താൽ അതിന് 100 റീൽസ് ഇറങ്ങുന്ന കാലഘട്ടത്തിലാണ്. 10 കിറ്റ് കൊടുത്താൽ 100 സ്റ്റാറ്റസ് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അവിടെ ആ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന അല്ലെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ ചെയ്ത പ്രവർത്തനങ്ങളെ മക്കൾ പോലും, ഭാര്യ പോലും, കുടുംബക്കാർ പോലും അറിയാതെ ചെയ്തു വെച്ച പ്രവർത്തനം, അള്ളാഹുവിൻ്റെ അടുക്കൽ വില വരുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന എന്ത് കർമ്മമാണുള്ളത്? ആലോചിക്കാൻ ആരാരും അറിയാത്ത, ഇന്ന് എത്ര നിസാരമായ കാര്യം ചെയ്താലും 10 ആളറിയുന്നൊരു ലോകത്ത് രഹസ്യമായി ചെയ്തു വെച്ചിട്ടുള്ള എന്ത് നന്മയുണ്ട്, നാളേക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള എന്ത് പ്രവർത്തനമുണ്ട് എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുക. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം ദുനിയാവ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താ ദുനിയാവെന്ന് പറഞ്ഞാൽ അദ്ദുനിയ സലാസത്തു അയ്യാമിൻ, ദുനിയാവെന്ന് പറഞ്ഞാൽ 3 ദിവസങ്ങളാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ 3 ദിവസങ്ങളാണ്. അതേതാ 3 ദിവസങ്ങൾ? ആ 3 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അമ്മ അംസി, ഇന്നലെ എന്ന് പറയുന്നതാ. ഇന്നലെയുടെ പ്രത്യേകത എന്താ? ഫഖദ് ദഹബ ബിമാഫി, എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പോയിട്ടുണ്ട്. ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത്, ഇന്നലെ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനത്തെ മാറ്റി വെച്ചിട്ടുണ്ടോ? ആ ഇന്നലെ കയ്യിൽ നിന്ന് പോയി മനുഷ്യ, അതിന് കിട്ടൂല. നിന്റെ സമ്പാദ്യം കൊണ്ടോ, നിന്റെ സ്ഥാനമാനം കൊണ്ടോ ഇന്നലെ എന്ന് പറയുന്നതിനെ നിനക്ക് തിരിച്ചു കിട്ടുകയില്ല. ആ ഇന്നലെ എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു. അതിനെ ഒരാൾക്കും ഇനി തിരിച്ചു തരാൻ സാധിക്കുകയില്ല. ഇന്നലെ ചെയ്യാമായിരുന്ന, ഇന്നലെ പ്രവർത്തിക്കാമായിരുന്ന, ഇന്നലെ ഒരുക്കി വെക്കാമായിരുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളെ നീ വിട്ടേച്ചു പോയോ? അത് കടന്നുപോയി മനുഷ്യ. ദുനിയാവെന്ന് പറയുന്നത് 3 ദിവസങ്ങളാണ്. അതിലൊന്ന് ഇന്നലെ എന്നതാ. ഇന്നലെ തീർന്നുപോയി, ഒന്നും ചെയ്യാനില്ല. ഇന്നലെ ഇനി വരാനില്ല മനുഷ്യ. ഇനി നാളെ എന്ന് പറയുന്നുണ്ട്. വ അമ്മാ ഗദൻ, നാളെ എന്ന് പറയുന്നുണ്ട്. നാളെയുടെ പ്രത്യേകത എന്താ? ഫലഅല്ലക ലാ തുദ്രികു, നിനക്ക് ഉറപ്പുണ്ടോ കിട്ടുമെന്ന്? നാളെ എന്ന് പറയുന്നത് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ നിനക്ക്? എത്തിപ്പിടിക്കാമെന്ന്, ചെയ്യാമെന്ന്, അത് ഒരുക്കി വെക്കാമെന്ന് നിനക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഫലഅല്ലക ലാ തുദ്രികു, നാളെ എന്ന് പറയുന്നത് അത് നിനക്ക് ഉറപ്പില്ലാത്തതാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഇതാ നാളെ.
ഇന്ന് ഈ വലത് കൈ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? നാളെ ആ വലത് കൈയിലെ ഒരു വിരൽ പോലും ചലിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇതിനല്ലാതെ, അള്ളാഹു തീരുമാനിക്കാതെ സാധ്യമല്ല മനുഷ്യ. അത് നിനക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. ഇനി എന്താ ഉള്ളത്? അല്ലയോം ഇന്നെന്ന് പറയുന്നുണ്ട്. അത് നിൻ്റെ കയ്യിലാ. ഫഅമൽ ഫീ, അതിൽ മാക്സിമം ചെയ്തോ, അതിൽ മാക്സിമം പ്രവർത്തിച്ചു വെച്ചോ. ഇന്നലെ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയി മനുഷ്യ. നാളെ എന്ന് പറയുന്നത് നിൻ്റെ കയ്യിലില്ല. ഇന്നെന്ന് പറയുന്നുണ്ടല്ലോ, അത് നീ ചെയ്തോ. സ്വഹാബത്തിൻ്റെ ഒരു മുദ്രാവാക്യം പറയട്ടെ. ദുനിയാവിൻ്റെ കാര്യത്തിൽ മതി എന്നാണ്. ദുനിയാവിൻ്റെ കാര്യത്തിൽ മതി, ഇത് മതി, ഉള്ളത് മതി. പരലോകത്തിൻ്റെ കാര്യത്തിലോ മതിയായിട്ടില്ല. കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, ഇങ്ങനെ ജീവിതത്തിലെ എന്തെല്ലാം നന്മകളുണ്ടോ അത് മതിയായിട്ടില്ല എന്ന മുദ്രാവാക്യമായിരുന്നു സ്വഹാബത്തിന് നാളേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കമായിരുന്നത്. നമ്മുടെ മുദ്രാവാക്യം എന്താ? ദുനിയാവിൻ്റേത് മതിയായിട്ടില്ല. പരലോകത്തിൻ്റെതോ എന്നേക്കാൾ ഏറ്റവും കുറവ് പ്രവർത്തിക്കുന്നവനാരോ അവരിലേക്കാ നോക്കാം. പള്ളിയിൽ വരാത്തവരിലേക്ക് നോക്കിയിട്ടാണ് എന്നെപ്പറ്റി ആലോചിക്കുക. ദുനിയാവിൻ്റെ കാര്യത്തിലോ എൻ്റെ നാട്ടിലെ, എൻ്റെ മഹലിലെ ഏറ്റവും സൗകര്യമുള്ള വീട്ടിലേക്ക് നോക്കിയിട്ട് അതിനെപ്പറ്റി പറയും. ഇതായിരുന്നില്ല സ്വഹാബത്തിൻ്റെ മുദ്രാവാക്യം. അതുകൊണ്ട് ഇമാം അൽ ഹസൻ അൽ ബസരി പറഞ്ഞതുപോലെ ദുനിയാവ് 3 ദിവസങ്ങളാണ്. ഇന്നലെ അത് കഴിഞ്ഞു പോയി മനുഷ്യ. നാളെ കിട്ടുന്നുറപ്പില്ല. ഇന്ന് അത് നമ്മുടെ കയ്യിലുണ്ട്. അത് മാക്സിമം നാളെ പരലോകത്തേക്ക് വേണ്ടി അവനവൻ്റെ കർമ്മങ്ങളും മാത്രം ബാക്കിയാകുന്ന ഒരു ലോകത്തേക്ക്. അൽമാലു വൽ വനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക്. ആ അമല് മാത്രം ബാക്കിയാകുന്ന ഒരു ലോകത്തേക്ക് എന്താണ് ഞാൻ ചെയ്തു വച്ചിട്ടുള്ളത്? എൻ്റെ സാദ്, എൻ്റെ പരലോകത്തേക്കുള്ള എൻ്റെ പാതയം എന്താണ് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുകയും അവനവന് കിട്ടുന്ന സമയത്തെയും സന്ദർഭത്തെയും ആ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.